ഹായ് ഡിയേഴ്സ്, വെൽക്കം സെയ്തോസ് വേൾഡ് ബൈ സസി. ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിലൂടെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ ചോദ്യത്തിൻ്റെ പാറ്റേൺ, നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും എങ്ങനെയൊക്കെയാണ് മാർക്ക് ലഭിക്കുന്നത്, ഓരോ ചോദ്യവും ഏതൊക്കെ തരത്തിലാണ് ചോദിക്കുന്നത് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ താരീഖിൻ്റേത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം, ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പുറത്തേതായിട്ട് കള്ളിയിൽ കുറച്ച് ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ യോജിച്ചത് ഇപ്പുറത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് എല്ലാം കൂടെ വായിച്ചിട്ട് ആൻസർ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവേശിച്ചു. മദീനയിലെ സമ്പന്നൻ, ജൂതഗോത്രം, ബദർ യുദ്ധത്തിലെ ശുഹദാക്കൾ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത്. ഇതാണ് ചോദ്യങ്ങൾ. കള്ളിയിലുള്ളത് ബനു ഖുറൈള, മദീനയിലെ ഖുബാ, 14 സ്വഹാബികൾ, പള്ളി പണിതു സഅദ് ബിൻ റബീഅ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവേശിച്ചു. ഒന്നാമത്തേതിന് വേണ്ടത് മദീനയിലെ ഖുബാ ആണ്. രണ്ടാമത്തേത് മദീനയിലെ സമ്പന്നൻ, ഉത്തരം സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹ. ജൂതഗോത്രം ബനു ഖുറൈള, ബദർ യുദ്ധത്തിലെ ശുഹദാക്കൾ 14 സ്വഹാബികൾ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് പള്ളി പണിതു. ഇതാണ് ഇതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ശരിയും തെറ്റും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള പ്രസ്താവനകൾക്ക് ശരിയാണെങ്കിൽ ശരി അടയാളപ്പെടുത്തുക, തെറ്റാണെങ്കിൽ തെറ്റ് അടയാളപ്പെടുത്തുക. ഒന്നാമത്തേത് മദീനയിൽ ആദ്യമായി പള്ളി മസ്ജിദ് ഖുബാ ആണ്. അത് ശരിയാണ്. മദീനയിലെ ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഖുബാ ആണ്. രണ്ടാമത്തേത് മക്കയുടെയും ജിദ്ദയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ബദർ. അത് തെറ്റാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ബദർ. അപ്പോൾ ഓരോ മുഹാജിറിനും അൻസാരികളിൽ നിന്ന് ഒരു സഹോദരൻ ഉണ്ടായി. ആ ഒരു ഇത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു. അത് തെറ്റാണ്. ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷമായിരുന്നു. അടുത്തത് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം 313 ആയിരുന്നു. അത് 313 ആയിരുന്നു. ശരിയാണ്. ഇനി മൂന്നാമത്തേത് 2 വീതം എഴുതാനാണ്. നിസ്കാരത്തിന് പുറമെ മസ്ജിദ് നബവി ഉപയോഗപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? അതൊരു വിജ്ഞാന കേന്ദ്രമായിരുന്നു, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലമായിരുന്നു, കൂടിയാലോചന ഭവനമായിരുന്നു. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. അടുത്തത് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യം മദീനയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? പരോപകാരവും സ്നേഹവും വ്യാപിച്ചു, അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി, പിന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കി, കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം, എല്ലാവരിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കി. ഇതിൽ 4 ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മൂന്നാമത്തേത് മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ. മദീന കരാറ് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്താണ്? ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി, ആളുകൾ ബഹുമാനത്തോടും സഹകരണത്തോടും ജീവിച്ചു, എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കി, പിന്നെ സ്വാതന്ത്ര്യത്തോടും സഹവർത്തിത്വവും പഠിപ്പിച്ചു, നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഇതൊക്കെയാണ് മദീന കരാർ ഉണ്ടാക്കിയ നേട്ടങ്ങൾ. നാലാമത്തേത് ബദർ യുദ്ധത്തിൻ്റെ ഫലം. അടുത്തത് ബദർ യുദ്ധത്തിൻ്റെ ഫലം. അത് 2 എഴുതാനാണ്. എന്തൊക്കെയാണ്? മുസ്ലിങ്ങളുടെ മനോവീര്യം ഉയർന്നു, പിന്നെ ദീനീ ദഴവത്തിന് കൂടുതൽ സഹായകമായി. അതാണ് ബദർ യുദ്ധത്തിൻ്റെ ഫലം. അടുത്തത് ഉത്തരം എഴുതാനാണ്. ബദർ യുദ്ധം നടന്നത് എന്നായിരുന്നു? ഉത്തരം ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നാണ്. അങ്ങനെ തന്നെ എഴുതണം. അടുത്ത ചോദ്യം മദീനയിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാർ ഉണ്ടാക്കി. ആ കരാറിൻ്റെ പേരാണ് മദീന കരാർ. ഇനി മൂന്നാമത്തേത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നത് എങ്ങനെ എന്നാണ്. അപ്പം അതിൻ്റെ ഉത്തരം അദ്ദേഹം സ്വന്തമായിട്ട് കച്ചവടം ചെയ്ത് മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നു എന്നാണ്. ഇനി ആശയം എഴുതാനാണ്. ആശയം എഴുതാനായിട്ട് അല്ലാഹുമ്മ ലാ ആയിഷ ഇല്ലാ ആയിഷു ലാഹിറ ഫഅഫർ ലിൽ അൻസാരി വൽ മുഹാജിറ. ഇതിൻ്റെ ആശയം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി വ്യക്തമാക്കാനാണ്. ആരാണ് മുഹാജിർ, ആരാണ് അൻസാർ എന്നുള്ളത് അവിടെ വ്യക്തമാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. മുഹാജിർ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികൾക്കാണ് മുഹാജിർ എന്ന് പറയുന്നത്. മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബിമാർക്കാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. പിന്നെ താഴെയായിട്ട് പൂരിപ്പിക്കാനാണ്.
അല്ലാഹുവെ ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നാളെ ഭൂമിയിൽ ആളുകൾ ഉണ്ടാവില്ല, ആരുമുണ്ടാവില്ല എന്നാണ് അവിടെ പൂരിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെയും പൂരിപ്പിക്കാനുള്ളത് നമ്മുടെ ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈന മാദാലില്ലായി ദാ. അവിടെ അങ്ങനെയാണ് പൂരിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. 5 പാഠങ്ങളാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക. ക്ലാസ് 5 പരീക്ഷയ്ക്ക് പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും ഞാൻ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 താരീഖ്, ഫിഖ്, ദുറൂസ്, ലിസാന്, തദ്രീബ് എല്ലാം ഉണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചാനലിൽ കയറിയിട്ട് ക്ലാസ് 5 മദ്രസ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്.